തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരൻ. തിരുവനന്തപുരം നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. ഒന്നാം പ്രതി KS ജോസും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടിയാൽ ആന്റണി രാജുവിന്റെ നിയമസഭാംഗത്വം റദ്ദാകും. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ തെളിഞ്ഞതിനാൽ ശിക്ഷാവിധി മേൽക്കോടതി പറയണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷ കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്. കേസ് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് ആന്റണി രാജുവിന്റെ പ്രതികരണം. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉത്തമബോധ്യമുണ്ട്. നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് നെടുമങ്ങാട് കോടതിക്ക് മുമ്പിൽ നിന്ന്. റിനു, ശിക്ഷാവിധി എന്തായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി അതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. 8 വകുപ്പുകളിൽ 5 വകുപ്പുകളും തെളിഞ്ഞിട്ടുണ്ട്. അതായത് 10 വർഷത്തിലധികം 14 വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേൽക്കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ശിക്ഷാവിധി പ്രതീക്ഷിക്കാമോ, അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷന്റെ അപേക്ഷയിൽ തീരുമാനം പ്രതീക്ഷിക്കാമോ? Right. റിജിത്ത്, 1990 ഏപ്രിൽ 24 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സാൽവദോറിനെ മയക്കുമരുന്നുമായി പിടിക്കപ്പെടുന്നത്. തുടർന്ന് കോടതി 10 വർഷം ശിക്ഷിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് കേസ് പോകുമ്പോൾ ഇദ്ദേഹം അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ഈ ലഹരി വസ്തു കണ്ടെത്തിയതെന്നുള്ളത്. ഈ അടിവസ്ത്രത്തിന്റെ അളവ് ഉൾപ്പെടെ വെട്ടിച്ചുരുക്കി ഹൈക്കോടതിയിൽ കാണിച്ചു. ഇയാളെ തുടർന്ന് കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. തുടർന്ന് ഇദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മറ്റൊരു കേസിൽ അവിടുത്തെ പോലീസ് പിടിക്കുന്നു. തുടർന്ന് ജയിലിൽ വെച്ച് മറ്റൊരു സഹതടവുകാരനോട് ഇക്കാര്യം പറയുകയും ചെയ്തു. തുടർന്ന് ഇന്റർപോൾ ആണ് CBI ഇക്കാര്യം അറിയിക്കുന്നതും CBI കേരള പോലീസിനെ ഇക്കാര്യത്തിൽ കൈമാറുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് 1994 ആന്റണി രാജുവിനെയും അതുപോലെ തന്നെ ജയിലിലെ സ്റ്റോർ സൂക്ഷിപ്പുകാരനായിട്ടുള്ള ജോസിനെയും പ്രതി ചേർത്തുകൊണ്ട് കേസ് എടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. ഏകദേശം 32 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതി, നെടുമങ്ങാട് കോടതി, ആദ്യം മഞ്ചൂരിലായിരുന്നു കേസ്, തുടർന്ന് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ നെടുമങ്ങാട് കോടതിയിലാണ് ശിക്ഷ പറയുവാൻ വേണ്ടി പോകുന്നത്. രാവിലെ തന്നെ ഈ കേസ് പരിഗണിച്ച കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളിലേക്ക് പോകുന്നു. ആന്റണി രാജുവും ജോസും, ഒന്നാം പ്രതി ജോസും 2ാം പ്രതി ആന്റണി രാജുവും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്നു. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവുണ്ടാക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഒപ്പം ചില വകുപ്പുകൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുസേവകന്റെ നിയമലംഘനം, വഞ്ചന എന്നീ വകുപ്പുകൾ, അതായത് 468 വകുപ്പ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഏകദേശം 10 വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന കേസായതു, അതിന് മുകളിൽ ശിക്ഷിക്കപ്പെടാവുന്ന കേസായതുകൊണ്ട് തന്നെ നെടുമങ്ങാട് കോടതിക്ക് ശിക്ഷ പറയുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ CJM കോടതി അല്ലെങ്കിൽ മേൽക്കോടതികളിലേക്ക്, ഉയർന്ന കോടതികളിലേക്ക് ശിക്ഷ പറയുന്നതിന്റെ സാഹചര്യത്തിലേക്ക് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഒരു അപേക്ഷ ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും തരത്തിൽ 3 വർഷത്തിൽ താഴെയോ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികളാണ് ഉണ്ടാവുന്നതെങ്കിൽ ആന്റണി രാജുവിന് ജാമ്യം ഉൾപ്പെടെ അപേക്ഷിച്ചുകൊണ്ട് മേൽക്കോടതികളിലേക്ക് പോയി കോടതിയിൽ നിന്ന് തിരികെ പോകാവുന്നതാണ്. അതേസമയം ശിക്ഷാ നടപടി അതിന് മേലിലേക്ക് പോവുകയാണെങ്കിൽ നിലവിൽ നേരിട്ട് റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിലവിൽ ഇപ്പോൾ അദ്ദേഹം MLA ആണ്, മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് അടക്കം എടുക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് KSC കോടതിയുടെ പടിക്കലെത്തി ആന്റണി രാജു ഉള്ളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നെടുമങ്ങാട് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപേക്ഷയിന്മേൽ അല്ലെങ്കിൽ ശിക്ഷാവിധി, ഈ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്നത് എങ്കിൽ, അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കോടതി നിരീക്ഷിച്ചു പോകുന്നത് എങ്കിൽ മേൽക്കോടതിയിലേക്ക് ഈ കോടതി കേസ് കൈമാറാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഈ കോടതി അല്പസമയത്തിനകം ഇന്ന് തന്നെ ശിക്ഷാവിധി നൽകുമെന്നുള്ളതാണ്. 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ശിക്ഷയെ ലഭിക്കൂ എങ്കിൽ ഈ ആന്റണി രാജുവിന് നിലവിൽ MLA സ്ഥാനത്തിൽ തുടരാം എന്നുള്ളതാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഇനിയുള്ള കാലങ്ങളിൽ, അല്ലെങ്കിൽ ഇനി 3-4 മാസമാണുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തുച്ഛമായ മാസങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് മത്സരിക്കാനും കഴിയില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി അല്പസമയത്തിനകം തന്നെ നെടുമങ്ങാട് കോടതി പറയും. ഇപ്പോൾ നിലവിൽ ഈ കേസിന്റെ നടപടികൾ കോടതിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്.
റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോടതി നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. ശിക്ഷാവിധി നെടുമങ്ങാട് കോടതി തന്നെ പറയുമോ അതോ മേൽക്കോടതിയായിരിക്കുമോ ഇതിൽ ശിക്ഷാവിധി പ്രസ്താവിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തൊണ്ടി മുതൽ തിരുമറി കേസിൽ മുൻ മന്ത്രിയും ഇപ്പോൾ MLAയുമായ ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് നെടുമങ്ങാട് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കേസെടുത്ത് 3 പതിറ്റാണ്ടിന് ശേഷമാണ്, കൃത്യം പറഞ്ഞാൽ 32 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി വരുന്നത്. കേസിലെ 2ാം പ്രതിയാണ് ആന്റണി രാജു MLA. 1ാം പ്രതി KS ജോസും അക്കാലത്ത് കോടതി ജീവനക്കാരനായിരുന്ന KS ജോസും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ് ലഹരിമരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി എന്നാണ് കേസ്. പിന്നീട് തന്നെ കുറ്റവിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി രാജു സുപ്രീം കോടതി വരെ നിയമപോരാട്ടം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾ നീണ്ട ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മൾ കണ്ടതാണ്. കേസിൽ പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഈ തിരിമറി നടത്തിയെന്ന് പറയപ്പെടുന്ന തൊണ്ടി മുതൽ, അതാണ് അയാളുടെ മോചനത്തിലേക്ക് നയിക്കുന്നത്, ഹൈക്കോടതി വിട്ടയക്കുന്ന തീരുമാനത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് തൊണ്ടി മുതൽ എന്നത് നിർണായകമായിരുന്നു. അതിൽ ക്രമക്കേട് നടത്തി, തിരിമറി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആന്റണി രാജുവിനുമേൽ തെളിഞ്ഞിരിക്കുന്ന കുറ്റം. റിനു ശ്രീധർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. റിനു, ഈ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട 5 വകുപ്പുകൾ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ കോടതിക്ക് അതിൽ ശിക്ഷാവിധി പ്രസ്താവിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഇങ്ങനൊരു അപേക്ഷ, മേൽക്കോടതി ശിക്ഷാവിധി പറയണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ എന്താണ് ഈ പ്രോസിക്യൂഷന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആന്റണി രാജുവിന്റെ MLA സ്ഥാനവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കവും ഒരുപക്ഷെ പ്രതിസന്ധിയിലാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലോ റിനു. രജിത്ത്, ഗൂഢാലോചനയും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കലും ഉൾപ്പെടെ 6 വകുപ്പുകളിൽ ഈ 2 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. IPC 409 അതുപോലെ തന്നെ 34 എന്നീ വകുപ്പുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. 409 വകുപ്പ് പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസവഞ്ചന നടത്തുകയും ചെയ്തു. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ തെളിഞ്ഞ വകുപ്പുകൾ പ്രകാരം ശിക്ഷ ലഭിക്കാവുന്നതാണ് എന്നുള്ളതാണ്. നിലവിൽ ഈ നെടുമങ്ങാട് കോടതിക്ക് അത്തരമൊരു ശിക്ഷ പറയുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതും നിയമപരമായി ശരിയാണ്. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിലേക്ക് ഈ കേസ് പോകും, അല്ലെങ്കിൽ പോകണം, വിധി മേൽക്കോടതി പറയണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അപേക്ഷയായി തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് മേൽക്കോടതിക്ക് ഈ കേസ് ശിക്ഷ പറയുന്നതിന് വേണ്ടി കൈമാറും എന്നുള്ളതാണ്. ഇതിൽ ഏകദേശം 90% നിയമവിദഗ്ധർ പറയുന്നത് ഈ വകുപ്പുകൾ അങ്ങനെയാണ് എന്നുള്ളതാണ്. അല്ല, അത്തരമൊരു ശിക്ഷയിലേക്ക് പോകുന്നില്ല കോടതി എന്നുണ്ടെങ്കിൽ, ഏകദേശം 3 വർഷത്തിൽ താഴെയൊക്കെ തന്നെ ശിക്ഷ പറയൂ എങ്കിൽ ഇപ്പോൾ തന്നെ അല്പസമയത്തിനകം തന്നെ നെടുമങ്ങാട് കോടതി തന്നെ നേരിട്ട് ഈ ശിക്ഷ വിധിക്കും എന്നുള്ളതാണ്. 3 വർഷത്തിൽ താഴെയാണെങ്കിൽ അദ്ദേഹത്തിന് തിരികെ അദ്ദേഹം വന്ന വാഹനത്തിൽ തന്നെ വീട്ടിലേക്ക് പോകാൻ ജാമ്യം ഉൾപ്പെടെയുള്ള കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോയാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇല്ല, 3 വർഷത്തിന് മുകളിലാണ് ശിക്ഷയിലേക്ക് പോവുകയാണെങ്കിൽ നേരിട്ട് ഇവിടെ നിന്ന് ജയിലിലേക്കായിരിക്കും ആന്റണി രാജു പോവുക എന്നുള്ളതും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.